രണ്ടാഴ്ചയോടുകൂടി ജാസ്മിൻ ഗബ്രി ലവ് സ്ട്രാറ്റജി മനസ്സിലായ ബാക്കി മത്സരാർത്ഥികൾ ഇരുവർക്കുമെതിരെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയ ദിവസം അതായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ 11ാമത്തെ ദിവസം. 16 പേരും ഒറ്റക്കെട്ടായി രണ്ടിനെയും ടാർഗറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തിയ ഫീലാണ് എപ്പിസോഡ് കണ്ട എനിക്ക് തോന്നിയത്. ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്ന ഇവർക്ക് മുൻപിലേക്കാണ് ആ ചാൻസ് വീണ് കിട്ടിയത്. മറ്റൊന്നുമല്ല, ജാസ്മിൻ ചെറുതായി ഒന്ന് ഉറങ്ങി പട്ടി ഉരച്ചു. വീടിനുള്ളിൽ അനുവദിച്ച സമയത്തല്ലാതെ ഉറങ്ങുമ്പോഴാണ് പട്ടി ഉരയ്ക്കുക. കഴിഞ്ഞ ദിവസം ഈ പട്ടി ഇതുപോലെ കുരയ്ക്കുകയാണെങ്കിൽ പണിഷ്മെന്റ് എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. ജാസ്മിനെ ഉന്നം വെച്ച് നോക്കിയിരുന്ന റോക്കി ചാൻസ് വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ജാസ്മിനെ പണിഷ്മെന്റ് കൊടുക്കണമെന്ന പേരിലായി പിന്നീടുള്ള പ്രശ്നം. ജാസ്മിൻ ഉറങ്ങിയത് കണ്ടിട്ടില്ലെന്ന് ഗബ്രി പറഞ്ഞതും കൂടി ആയപ്പോൾ സംഗതി ഖതം ഹോക. പിന്നെ അങ്ങോട്ട് എന്നത്തെയും പോലെ ബഹളമയമായിരുന്നു. ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടാത്ത റോക്കി ഒന്നും നോക്കിയില്ല. പവർ ടീമിന്റെ താക്കോൽ കൈക്കലാക്കുന്നു, എക്സ്ട്രാ ഫുഡ് എടുത്ത് കഴിക്കുന്നു. എന്തൊക്കെ ചെയ്തിട്ടായാലും ജാസ്മിനെയും ഗബ്രിയെയും തോൽപ്പിക്കുക, അതായിരുന്നു റോക്കിയുടെ ടാർഗറ്റ്. ശേഷം സിജോ, ശരണ്യ, ശ്രീതു ഉൾപ്പെടെ ജാസ്മിൻ ഗബ്രി റിലേഷനിൽ പ്രതികരിക്കുന്നുണ്ട്. പവർ ടീം ഇരുവരെയും കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണെന്നും ഫേക്ക് ഗെയിം ആണെന്നും ജാസ്മിൻ ഒരു പണിയും എടുക്കുന്നില്ലെന്നുൾപ്പെടെ ഇതൊക്കെ പറയണമെങ്കിൽ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. പട്ടി കുറച്ചതിന് ജാസ്മിനെ വെസൽ ക്ലീനിങ്ങും താക്കോലെടുത്തതിന് റോക്കിക്ക് ബാത്റൂം ക്ലീനിങ്ങും കിട്ടിയതോടെയാണ് ഈ സബ്ജക്റ്റ് അവസാനിച്ചത്. ഇതിനിടയിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ജാസ്മിനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നതും ഉപ്പയ്ക്ക് സുഖമില്ലെന്നും ഓപ്പറേഷൻ ആണെന്നും പറയുന്നത്. ശേഷം അങ്ങോട്ട് ഇതുവരെ കാണാത്ത ജാസ്മിനെയാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ കണ്ടത്. ഉപ്പയ്ക്ക് പെട്ടെന്നൊരു പ്രശ്നം വരണമെങ്കിൽ ഉറപ്പായും താൻ കാരണമാണെന്നും വീടിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചതുകൊണ്ടാണ് വയ്യാതായതെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും പ്രിയപ്പെട്ടവർക്ക് അസുഖമോ അതുപോലെ മറ്റു വരുമ്പോൾ ഏതൊരാളും ഡൗൺ ആകുന്നത് സ്വാഭാവികമാണ്. ഒരു പക്ഷേ ഈ ഒരു കാരണത്തിന്റെ പേരിൽ ഗബ്രിയെ അവോയ്ഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രേക്ഷകർ തന്നെ മോശം രീതിയിലാണ് കാണുന്നതെന്ന ചിന്ത അലട്ടുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ കണ്ടതാകില്ല ഇനിയുള്ള ബിഗ് ബോസ്. ജാസ്മിൻ ഉള്ളതുകൊണ്ടാണ് ഗബ്രിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് തന്നെ. ജാസ്മിൻ ഒറ്റയ്ക്ക് എന്ന രീതിയിലേക്ക് ഗെയിം പ്ലാനിങ് എത്തിയാൽ ഗബ്രി ചേട്ടൻ പെട്ടെന്ന് തന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് സ്ഥലം വിടേണ്ടി വരും. ഇനി എപ്പിസോഡിലെ മെയിൻ ഹൈലൈറ്റ്, പവർ ടീമിനെ റോസ്റ്റ് ചെയ്യൽ. ബിഗ് ബോസ് മനഃപൂർവ്വം പവർ ടീമിന് ഇട്ടുകൊടുത്ത 8ന്റെ പണി. ഈ സീസണിൽ ഇത്രയും ദിവസത്തിനിടയിൽ പ്രേക്ഷകർക്ക് ബിഗ് ബോസ് കണ്ട് ചിരിക്കാനുള്ള അവസരം കിട്ടിയത് ഇപ്പോഴാണ്. അമാതിരി റോസ്റ്റിംഗ് അല്ലേ അവിടെ നടന്നത്. വീണ് കിട്ടിയ അവസരം നല്ല പോലെ ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പവർ ടീമിലില്ലാത്ത മറ്റു മത്സരാർത്ഥികളെ വിളിച്ച് പവർ ടീമിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുകയും ശേഷമാണ് ഈ ഒരു റോസ്റ്റിംഗ് ടാസ്ക് ഇവർക്ക് ബിഗ് ബോസ് നൽകുന്നത്. ഹാസ്യരൂപത്തിൽ നിലവിലെ പവർ ടീമിന്റെ പ്രവൃത്തികളെ അഭിനയിച്ചു കാണിക്കുക, അതായിരുന്നു ടാസ്ക്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആക്റ്റീവ് അല്ലാത്ത പവർ ടീമിനെ ട്രോളാനുള്ള ടാസ്ക്. ആദ്യം വന്ന സിജോയുടെ ടീം പവർ ടീമിനെ റോസ്റ്റ് ചെയ്ത് പാതാളത്തിൽ എത്തിച്ച അവസ്ഥയായിരുന്നു. 1 by 1 ആയി പവർ ടീമിലുള്ള ഓരോരുത്തരെയും ആക്ട് ചെയ്ത് ഇവർ കാണിച്ചിരുന്നു. നെക്സ്റ്റ് ആയി വന്ന റോക്കിയുടെ ടീം ഫ്യൂസായ ബൾബ് എന്ന പേരിലൂടെ തന്നെ പവർ ടീമിനെ ഫ്യൂസ് ആക്കി കളഞ്ഞു. ഇവർ കൂടുതലും ജാസ്മിനെയും ഗബ്രിയെയും ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ ശരിക്കങ്ങോട്ട് റോസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അവസാനമെത്തിയ ജിൻഡോയുടെ ഹാസ്യ നാടകം ഒഴുക്കിൽപ്പെട്ട പവർ ടീം. ഇവരും വളരെ കറക്റ്റായി ഓരോരുത്തരെയും അഭിനയിച്ച് കാണിച്ചിരുന്നു. ഒതുങ്ങിക്കൂടിയ നിഷാനെയും രസ്മിൻ ബായി ആയാലും അടിപൊളി പെർഫോമൻസ് ആണ് ഈ ടാസ്കിലൂടെ കാഴ്ചവെച്ചത്. ടാസ്കിൽ ഫസ്റ്റും സെക്കൻഡും പ്രൈസുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവിടെ അതിനൊന്നും വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല. നിലവിലെ പവർ ടീം യാതൊന്നും ചെയ്യാത്തതുകൊണ്ടും ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടും മനഃപൂർവ്വം കൊടുത്ത പണിയാണ് ഈ റോസ്റ്റിംഗ് ടാസ്ക് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോഴെങ്കിലും ഒന്ന് നന്നാവട്ടെ എന്ന് ബിഗ് ബോസ് കരുതി കാണും. നിലവിലെ പവർ ടീം ചിരിച്ചു കളിച്ച ടാസ്കിനെ കണ്ടുവെങ്കിലും കൊള്ളേണ്ടടുത്ത് കൊണ്ടുവന്ന് ഏത് പൊട്ടനും മനസ്സിലാവും. അമാതിരി ഡയലോഗുകളും ആക്ഷനുകളും ഒക്കെ ആയിരുന്നില്ലേ ഓരോ ടീമും റോസ്റ്റിംഗിലൂടെ ചെയ്തത്. പവർ ടീമിനെ എങ്ങനെ സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കാമെന്ന് ആലോചിച്ചിരിക്കുന്ന മറ്റ് മത്സരാർത്ഥികൾക്ക് വീണ് കിട്ടിയ അവസരമായിരുന്നു സത്യത്തിൽ ഈ ടാസ്ക്. അതവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ മിസ്റ്റർ റോക്കി ബായ് ദേഷ്യം മൂത്ത് വീടിനുള്ളിലെ ഒരു പ്രോപ്പർട്ടി ഇടിച്ചു നശിപ്പിച്ചിരുന്നു. അതിൽ ബിഗ് ബോസ് റോക്കിക്ക് വാർണിംഗ് നൽകിയിരുന്നു. മനഃപൂർവ്വമുള്ള പ്രൊവോക്കിംഗ് ആയിരുന്നുവെങ്കിലും സാധനം ഇടിച്ചു പൊട്ടിച്ചാൽ ഇനി എത്ര വലിയ മഹാനായാലും ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യില്ല. തന്റെ തെറ്റ് കൃത്യമായി മനസ്സിലായതുകൊണ്ടാണ് റോക്കി സംഭവത്തിൽ മാപ്പ് പറഞ്ഞത്. ബിഗ് ബോസിന് പോലും പ്രൊവോക്കിംഗ് ആണെന്ന് മനസ്സിലായെന്ന് വ്യക്തം. സത്യത്തിൽ ജാസ്മിൻ ഗബ്രി പ്ലാനിംഗ് സക്സസ് ആയെന്ന് പറയാം. അവർക്ക് ആവശ്യവും റോക്കിയുടെ മാപ്പും ബിഗ് ബോസിന്റെ താക്കീതൊക്കെയായിരുന്നു. എലിമിനേഷൻ നോമിനേഷനുള്ള വ്യക്തിക്ക് വാർണിംഗ് ഒക്കെ കിട്ടുമ്പോൾ നെഗറ്റീവായല്ലേ ബാധിക്കും. ഇതൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്ന പ്രധാന സംഭവങ്ങൾ.
സ്റ്റാർട്ടിങ്ങിൽ രതീഷ് കുമാർ ആയിരുന്നുവെങ്കിൽ പിന്നീട് അങ്ങോട്ട് ജാസ്മിന്റെയും ഗബ്രിയുടെയും വിളയാട്ടമായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ. സെക്കൻഡ് വീക്ക് കണ്ടന്റ് മേക്കിങ്ങിൽ ഇവർക്ക് ഒരു അവാർഡ് തന്നെ കൊടുക്കണം. 16 പേരും ഇവർക്കെതിരെ തിരിയണമെങ്കിൽ അത് വല്ലാത്തൊരു കഴിവാണ്. അതിനിടയിൽ റോക്കി ഉള്ളതുകൊണ്ടാണ് ഇടയിൽ മറ്റു ചില കണ്ടന്റുകൾ തലപൊക്കിയത്. എങ്ങനെ പോയാലും എൻഡിങ് ജാസ്മിൻ ഗബ്രി തന്നെയായിരുന്നു. ഇവരെ കൊണ്ട് പൊറുതിമുട്ടിയല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ജാസ്മിന്റെ ഇഷ്യൂ വരുന്നത്. ഇനി പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഡൗൺ ആയ ജാസ്മിനെയാണോ അതോ സർവ്വശക്തി എടുത്ത് തിരിച്ചു വരുന്ന ജാസ്മിനെയാണോ കാണുക എന്നാണ്.